മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിച്ച ബജറ്റ് പ്രവാസികളെ പൂർണ്ണമായും അവഗണിക്കുന്നതാണെന്ന് കേരള പ്രവാസി സംഘം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു നേതാക്കൾ. വി ഡി സതീശൻ അവതരിപ്പിച്ചിട്ടുള്ള ബഡ്ജറ്റ് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം തീർത്തും നിരാശാജനകമാണ്. ആ ബഡ്ജറ്റിനകത്ത് എവിടെയും പ്രവാസികളെ അഭിസംബോധന പോലും ചെയ്യുന്നില്ല എന്നതാണ് ഖേദകരം. കഴിഞ്ഞ കുറെ കാല ബഡ്ജറ്റുകൾ പരിശോധിച്ചാൽ പ്രവാസികളെ കുറിച്ച് അഭിസംബോധന ചെയ്തുകൊണ്ട് അവരെ അഡ്രസ് ചെയ്യുന്ന ബഡ്ജറ്റുകൾ അതിന് വ്യത്യസ്തമായിട്ട് രണ്ട് ഭാഗത്ത് മാത്രമാണ് പ്രവാസികളെ കുറിച്ച് പറയുന്നത്. അതൊന്ന് നിക്ഷേപം നടത്താൻ ഒരു ഇൻവെസ്റ്റ്മെന്റ് സംവിധാനം കൊണ്ടുവരുമെന്നുള്ള രീതിയിലും മറ്റൊന്ന് പ്രവാസി ക്ഷേമനിധിയെ കാര്യക്ഷമമാക്കുമെന്നും ആണ് പറയുന്നത്. ഇത് രണ്ടും പൊരുത്തക്കേടുള്ള വാദങ്ങളുമാണ്. പുതിയ സർക്കാർ വന്നതോടെ പ്രവാസി പെൻഷൻ മുടങ്ങിയെന്നും കേരള പ്രവാസി സംഘം നേതാക്കൾ കുറ്റപ്പെടുത്തി. ബോർഡിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിലായി. LDF സർക്കാരിന്റെ കാലത്ത് മുടങ്ങാതെ സഹായം ലഭിച്ചിരുന്നു. ഏപ്രിൽ വരെ ക്ഷേമനിധി പെൻഷൻ നൽകിയിരുന്നു. നോർക്ക എന്ന വാക്കുപോലും ബജറ്റിൽ പരാമർശിച്ചിട്ടില്ല. പ്രവാസികളെ വളരെയധികം ചേർത്ത് പിടിച്ച സർക്കാരിനെ ജനങ്ങൾ പരാജയപ്പെടുത്തിയത് അതിലെന്തോ വലുത് ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരിക്കുമെന്നും കേരള പ്രവാസി സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാദുഷ കടലുണ്ടി, ജില്ലാ സെക്രട്ടറി CB ഇക്ബാൽ, ട്രഷറർ സലീം മണാട്ട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.